ടോബി 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 വാ പോവാ കുളിക്കാൻ പോവാം ടോബി. തുറന്നോ ടിപ്പു കേറിക്ക കേറ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 പെറ്റ് ഡോഗ്സ് ഉണ്ട്. ഒന്ന് ടിപ്പു, പിന്നെ ടോബി. ഇത് ആക്ച്വലി കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോഴാണ് അത് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടാണല്ലോ. 2 പേരെയും കൂടി ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. കാരണം ടിപ്പുവിനെ ഞങ്ങൾ 2-3 ടൈംസ് കൊണ്ടുപോയിട്ടുണ്ട്. ടോബിനെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. കാരണം ടോബി ഇച്ചിരി അഗ്രസീവ് ആണ് ഒന്നാമത്തെ കാര്യം. ടോബിക്ക് ഇതൊരു 2 വയസ്സായുള്ള സമയത്ത് ടോബിനെ കൊണ്ടുപോകാം. ഫസ്റ്റ് ടൈമാണ് ടോബിനെ കൊണ്ടുപോകണം. ടിപ്പുവിനെ ഓൾറെഡി അറിയാം. ടിപ്പുവിനെ കൊണ്ടുപോകുമ്പോൾ ടിപ്പു അത്ര ഇൻട്രസ്റ്റഡ് അല്ല. ഇങ്ങനത്തെ പെറ്റ് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി അവനെ ഈ ഗ്രൂമിങ്ങും വാഷിങ്ങും ബാത്തിങ്ങും എല്ലാം ചെയ്യാനായിട്ട് ടിപ്പു ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷേ ടോബിന് ഫസ്റ്റ് ടൈമാണ്. ടോബി അതുകൊണ്ട് ഭയങ്കര പരാക്രമം കാണിക്കുവാണ്. ടിപ്പുവിന് ഓൾറെഡി അറിയാം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുള്ളൂ എന്ന്. പക്ഷേ കുറച്ച് ബലംപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതവിടെ കൊണ്ടുവന്നൊരു ലാബർ ഡോഗായിരുന്നു. അതിനെന്തോ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ലെഗിനെന്തോ ഇഞ്ചുറി ആയിട്ട് കൊണ്ടുവന്നേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ താഴെ പോയി നിന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മേലോട്ട് വിളിക്കാം. കാരണം അത് ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവർ കുറച്ചും കൂടി നമ്മുടെ അടുത്തോട്ട് വരാനുള്ളൊരു പരാക്രമം കാണിക്കും. അതുകൊണ്ട് ഞങ്ങളോട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഇടയ്ക്ക് വിളിച്ചു. കാരണം ടോബിനെ ഈ മാസ്ക് ഒന്ന് ഇടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ഒട്ടും പറ്റണമില്ല. കാരണം ഇവൻ ഭയങ്കര അഗ്രസീവാണ്. ആളെ അങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഇച്ചിരി സീനാണ് ഇവനെ ഇടാൻ വേണ്ടി. അതുകൊണ്ട് എന്നെ വിളിച്ചു. എനിക്കും പറ്റാണ്ടായി. കാരണം ഇതവൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. അതുകൊണ്ട് കുറച്ച് പാടുപെട്ടാണ് അവനെ ആ ഒരു ക്ലിപ്പൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി വിചാരിച്ചു. പക്ഷേ നടപടി ആയില്ല കേട്ടോ. കുറേ ട്രൈ ചെയ്തു, എന്നാലും നടപടി ആവാനുണ്ടായില്ല. ലാസ്റ്റ് അവർ പറഞ്ഞു അത് ഊരി നമുക്ക് മാസ്ക് ഒന്നും കൂടി ഇടിക്കാമെന്ന് പറഞ്ഞു. കാരണം അത് ഭയങ്കര ലൂസാണ്, അവന് ഈസി ആയിട്ട് ഊരിപ്പോകുന്നു. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ മാസ്ക് ഇടിക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടിയായാലും മാസ്ക് ഇടാനുള്ള പ്ലാനിൽ കുറേ കഷ്ടപ്പെട്ടു. അവരും കുറേ ഹെൽപ്പ് ചെയ്തു. കാരണം ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൂ. എന്നാലും 2 പേര് വേണ്ടി വന്നു ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ, ഇവനൊന്ന് പിടിച്ച് നിർത്താനായിട്ട്. ഫൈനലി നമുക്ക് അവനെ കിട്ടി. അതങ്ങനെ അവൻ്റെ മാസ്ക് ഒക്കെ ഇട്ടു. എന്നാലും അവന് ഭയങ്കര ദേഷ്യമാണ്. അവൻ ആ ഒരു ടൈമിൽ തന്നെ അവൻ ഇച്ചിരി മുരങ്ങണുണ്ട് നൈസായിട്ട്. പക്ഷേ ലാസ്റ്റ് എന്തായാലും ഇത് കെട്ടാണ്ട് വേറെ വഴിയില്ല. കാരണം ഇവൻ്റെ നെയിലൊന്ന് കട്ട് ചെയ്യണം. എന്നാലാണ് ബാക്കി പ്രോസസ്സിലൂടെ വെച്ചാൽ ബാത്തിങ്ങും കാര്യങ്ങളിലൂടെ ഒന്ന് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ അവൻ പിടിയൊന്നുമില്ല. ആളുടെ ഒരു അപ്പോഴത്തെ ഒരു അഗ്രസീവ് അത് നമുക്കവിടെ നിന്നാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ കണ്ടാൽ പാവം തോന്നട്ടോ. കാരണം ഇതൊരു ഫസ്റ്റ് ടൈം. ടിപ്പുവിന് ഇത്രയും കുഴപ്പമില്ല. ടിപ്പു ഈസി ആയിട്ട് നിന്ന് കൊടുക്കും. കാരണം ടിപ്പുവിന് എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. 2-3 ടൈംസ് കൊണ്ടുപോകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അവനെ പിടിച്ച് കെട്ടി അവസാനം എല്ലാം ഇടിച്ച് നിർത്തി. അപ്പോൾ ഇനി അവൻ്റെ നെയിലൊന്നും കട്ട് ചെയ്യുക എന്നുള്ളൊരു കടമ്പ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനും അവൻ പിടി തന്നില്ല. കാരണം അവനറിയാം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അവസാനം ഞാൻ തലയൊക്കെ തടകി കൊടുത്ത്. എന്നാലും അവന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും പിടിയാനുണ്ടായില്ല. ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ വേറൊരു വഴിയില്ലെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ അവനെ ആ ടേബിളിൽ കിടത്താമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അവർ 2 പേരും പറഞ്ഞ് ടേബിളിൽ കിടത്താം, അല്ലാണ്ട് വേറെ വഴിയില്ല. ലാസ്റ്റ് ഞാനും ആ ചേട്ടനും കൂടി അവനെ അങ്ങോട്ട് പിടിച്ച് നിർത്തി നേരെ ടേബിളിൽ കിടത്താനുള്ള പ്ലാനിലോട്ട് എത്തി. അങ്ങനെ അവസാനം അവനെ ടേബിളിൽ കിടത്തിയത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇവനാണെങ്കിൽ ഒന്ന് പിടി നിന്നാലല്ലേ റെഡി ആവുള്ളൂ. അവസാനം തലയൊക്കെ ഒന്ന് തടവി കൊടുത്തു, ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട്. എന്നാലും കുറച്ച് മുരങ്ങനുണ്ടായി. ആ ഒരു സമയം കൊണ്ട് അവർ നമ്മുടെ ടിപ്പുക്കുട്ടനെ അവിടെ കുളിപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വയ്യ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചിൻ പെറ്റ് സെൻറ്റർ എന്നാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര്. അതുപോലെ വെറ്റിനറിയും ഇവിടെയുണ്ട്. എന്താവശ്യങ്ങൾക്കാണെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഡെലിവറിയും ഇവർക്ക് അവൈലബിൾ ആണ്. സോ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടിപ്പുവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ടിപ്പു ഇറങ്ങി. അവസാനം ടോബിനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവസാനം ടോബിനെ കുളിപ്പിച്ചു, ഒന്ന് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തു. മൊത്തത്തിൽ ഡ്രൈ ചെയ്യണം. പിന്നെ ടോബി കുറച്ച് ഇണങ്ങി കേട്ടോ. എന്നാലും മാസ്ക് മാറ്റാൻ പറ്റിയില്ല. കാരണം അവർക്കും പേടിയായി. അവൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇവൻ അവിടെയൊക്കെ മുള്ളിയിടും. ടിപ്പു മാത്രമല്ല, ടോബി ഉൾപ്പെടെ 2 കൂടെ മുള്ളി ആകെ വൃത്തികളാക്കും. അവർക്ക് വെറുതെ പണി ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലോട്ട് എത്തി. വീടെത്തി. ഇനി 2നെ ഇറക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. 2 ഇറങ്ങാനുണ്ടായില്ല.
ടോബി ആണെങ്കിൽ ടിബിനെ പിടിച്ചു നിർത്തുന്ന അവസ്ഥയായിരുന്നു. മതി എന്നുള്ള രീതി പറഞ്ഞു. അവസാനം രണ്ടിനെ ഇറക്കി, രണ്ടും ഇറങ്ങി ആ ചെളിയിലൊക്കെ ചവിട്ടി ചെളിയാക്കി ആകെ മൊത്തം കോളമാക്കി. കുളിപ്പിച്ചത് എന്തിനാന്ന് പോലും അറിയില്ല. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു ഗായ്സ്, ബൈ.